നമസ്തേ, വെൽക്കം ടു യോഗ സ്റ്റോറീസ് ബൈ ശ്രീപതി. അപ്പൊ കപാലഭാതി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി കപാലഭാതി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇതൊരു ബ്രീത്തിങ് പ്രാക്ടീസ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നടു നിവർത്തി വേണം ഇരിക്കാൻ. അങ്ങനെ നടു നിവർത്തി ഇരിക്കുമ്പോഴാണ് വായുവിന്റെ സഞ്ചാരം വളരെ ഫ്രീ ആയിട്ടും സോഫ്റ്റ് ആയിട്ടും നടക്കുള്ളൂ. പിന്നെ വേറെ എവിടെയും ബലമൊന്നും കൊടുക്കരുത്. ഷോൾഡേഴ്സ് എല്ലാം ഫ്രീ ആക്കി റിലാക്സ് ആക്കി ഇടുക. കൈകൾ ഒന്നുകിൽ നിങ്ങൾക്ക് ചിന്മുദ്രയിൽ പിടിക്കാം, അല്ലെങ്കിൽ കൈ ചുമ്മാ ഓപ്പൺ ആക്കിയിട്ട് കാൽമുട്ടിന്റെ മുകളിലോ തുടയുടെ മുകളിലോ ആയിട്ട് വെക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു പ്രിപ്പറേറ്ററി പ്രാക്ടീസ് എന്നോണം ശ്വാസം ഒരു 2-3 തവണ നന്നായിട്ട് എടുത്തിട്ട് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വിടണം. ഇങ്ങനെ അങ്ങനെ 2-3 തവണ ചെയ്തതിന് ശേഷം ശ്വാസം വീണ്ടും നന്നായിട്ട് അകത്തേക്ക് എടുക്കുക. എന്നിട്ട് അപ്പർ അബ്ഡമൻ മസിലുകളിൽ ഫോഴ്സ് കൊടുത്തുകൊണ്ട് നല്ല ശക്തമായി ഫോഴ്സ് കൊടുത്ത് ഫോഴ്സ്ഫുൾ എക്സലേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് കപാലഭാതിയുടെ പ്രോസസ്. ഇനിഷ്യലി ചെയ്യുന്ന സമയത്ത് ശരീരം മൊത്തം അനങ്ങുവാനും അല്ലെങ്കിൽ ഷോൾഡറിന്റെ ഭാഗത്തൊക്കെ പ്രഷർ കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് ചെയ്ത് പതുക്കെ കറക്റ്റ് ആയിക്കോളും. ഫൈനലി നമ്മൾ നമ്മുടെ അബ്ഡമനിൽ മാത്രം മൂവ്മെന്റ് കൊടുത്തുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവർ ഒരു 10 തവണയൊക്കെ ചെയ്തിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ശരീരത്തിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ ദിവസേന ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കൗണ്ട് കൂട്ടി കൊണ്ടുവന്ന് 60, 70, 100 കൗണ്ട് വരെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്ത് കുറച്ച് പ്രാക്ടീസ് ഒക്കെ ആയി കഴിയുമ്പോൾ ഇത് ഒരു 2-3 റൗണ്ടായിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ആദ്യത്തെ റൗണ്ട് 70 തവണ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ ഒരു 60 തവണ ചെയ്യാം. മൂന്നാമത്തെ റൗണ്ട് ഒരു 50 തവണ ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ ഒരു 70 തവണ ചെയ്തു എന്ന് വിചാരിക്കുക. അത്രയും ചെയ്ത് കഴിയുമ്പം നമുക്ക് ശരീരത്തിൽ ഒരു എനർജി ഒന്ന് നിറഞ്ഞൊരു ഫീൽ കിട്ടും. അതിനുശേഷം കുറച്ചു നേരത്തേക്ക് ശ്വാസം എടുക്കുകയോ വിടുകയോ ചെയ്യാതെ ഇരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. കുറേ നേരം ആ ഒരു സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. എന്നിട്ട് എപ്പോഴാണോ ശ്വാസം എടുക്കണമെന്ന് തോന്നുന്നത് അത് ശരീരം നമ്മോട് പറയും ബ്രീത്ത് ചെയ്യാൻ. ആ സമയത്ത് ശ്വാസം എടുത്തു വരിക. എന്നിട്ട് സെക്കൻഡ് റൗണ്ട് ചെയ്യുക. വീണ്ടും അതുപോലെ തന്നെ കുറച്ചു നേരം അനങ്ങാതെ ഇരിക്കാൻ പറ്റും. എന്നിട്ട് തേർഡ് റൗണ്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസുകളിലൂടെ മനസ്സിലാവും. കണ്ണ് അടച്ചിരുന്നു കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആ സമയത്ത് നമ്മുടെ ശ്വാസത്തിലും ഉദരഭാഗത്തിന്റെ ചലനത്തിലും ശ്രദ്ധിക്കുക. കപാലഭാതിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, പരിമിതികൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. യോഗ ഒരു ശീലമാണ്.